ഹലോ ഫ്രണ്ട്സ്, ഹോം ടെക് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇവിടെ സിമെൻറ്റ് ടെക്സ്റ്റാണ് ചെയ്തിരിക്കുന്നത്. പീച്ച് കളറിൽ ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി ഡിസൈനാണെന്ന് നമുക്ക് വിചാരിക്കാം. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഈ വർക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഈ വർക്കിലൂടെ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. TV യൂണിറ്റിലാണ് നമ്മൾ ഇവിടെ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. മനോഹരം എന്ന് വിചാരിക്കുന്നു. ഈ വർക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇവിടെയാണ് നമ്മുടെ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. സിമെൻറ്റ് ടെക്സ്റ്റർ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പീച്ച് കളറിൽ ചെയ്തിരിക്കുന്നത് സിമെൻറ്റ് ടെക്സ്റ്റർ. ഇത് TV യൂണിറ്റാണ്. TV യൂണിറ്റാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. പ്രൈമർ ഉണങ്ങിയതിന് ശേഷം 120 വാട്ടർ പേപ്പർ ഉപയോഗിച്ച് സ്മൂത്ത് ചെയ്യണം. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന നേരത്ത് ആ ചെറിയ തരികളൊക്കെ കയറുക. അതുകൊണ്ടാണ് സിമെൻറ്റ് പ്രൈമർ നമ്മൾ വെച്ച് ചെയ്യുമ്പോൾ തരിയൊക്കെ കയറുമ്പോൾ ഒരു സ്ക്രാച്ച് പോലെ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റോയൽ ടെക്സിൻ്റെ സിമെൻറ്റ് ടെക്സ്റ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് 2 കിലോയുടെ പാക്കറ്റും അതുകൂടാതെ അതിൻ്റെ ക്ലിയറിൻ്റെ 1 ലിറ്ററും കൂടെ, അങ്ങനെയാണ് ആ പാക്ക് വരുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനം ഇതുപോലെ എടുത്ത് മാറ്റിയതിന് ശേഷം കളർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസൈനിലേക്ക് മാറുന്നത്. ഒരു പീച്ച് കളറിലാണ് നമ്മൾ ഈ ഡിസൈൻ മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കളർ മിക്സ് ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച് വേണം കളർ മിക്സിങ്ങിലേക്ക് മാറാൻ. പീച്ച് കളറിൻ്റെ നമ്മൾ സ്റ്റെയിനർ കടയിൽ നിന്ന് വാങ്ങി അതിൻ്റെ അകത്തേക്ക് നമ്മൾ അല്പം ഒഴിച്ച് കളർ നമ്മൾ തന്നെ സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ ഡിസൈൻ. അതിന് ശേഷം നമുക്ക് ഭിത്തിയിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ TV യൂണിറ്റിലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. TPക്ക് കാണിക്കുന്നില്ല, നമ്മൾ കുറച്ചായിട്ട് സാധനം എടുക്കുക, അപ്ലൈ ചെയ്ത് മാറുക. അങ്ങനെ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് അല്പം നമ്മുടെ ബ്ലേഡിലെടുക്കുക. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ പുട്ടി ബ്ലേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രവൽ വശമുള്ളവർക്ക് ട്രവൽ ചെയ്യാം, സ്റ്റീൽ ട്രവൽ വേണമെന്നേ ഉള്ളൂ. അങ്ങനെ വേണ്ട, നമുക്ക് എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ 6 ഇഞ്ചിൻ്റെ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഏതൊരാൾക്കും അനായാസം ഈ ഡിസൈൻ ഇട്ട് മാറാവുന്നതാണ്. അല്പം ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ ഇട്ട് കഴിയുമ്പം അവിടെ കണ്ടവനം ഈ മെറ്റീരിയൽ അവിടെ പിടിച്ചിരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ട് വടിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഏതൊരാൾക്കും നമുക്ക് ഈ വർക്ക് അനായാസം ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൽ 1 മണിക്കൂറിന് ശേഷം നമുക്ക് 600ൻ്റെ പേപ്പർ ഉപയോഗിച്ച് സ്മൂത്ത് ചെയ്യേണ്ടതുണ്ട്. അതിന് ശേഷം വേണം നമുക്ക് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഈ രീതിയിലാണ് നമ്മൾ ഡിസൈൻ മേക്ക് ചെയ്യുന്നത്.
പൂർണ്ണമായിട്ടും എല്ലാ ഭാഗത്തും ഫസ്റ്റ് കോട്ട് ഇട്ട് കഴിഞ്ഞു. ഈ ഫസ്റ്റ് കോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ 1 മണിക്കൂറിന് ശേഷം വേണം 600-ൻ്റെ വാട്ടർ പ്രൂഫ് ഉപയോഗിച്ച് ഒന്ന് സ്മൂത്ത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ കാണിക്കുന്നുണ്ട് സ്മൂത്ത് ചെയ്യാം. ആ പാടുകളൊക്കെ മൊത്തം ഒന്ന് നമ്മൾ ഡിസൈൻ ചെയ്തതിൻ്റെ തരിയൊക്കെ നിൽപ്പുണ്ടെങ്കിൽ, അതായത് ബ്ലേഡ് പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് വേണം സെക്കൻഡ് കോട്ട് അടിക്കുക. സെക്കൻഡ് കോട്ട് നമ്മൾ ഈ മുമ്പ് കാണിച്ച കൊണ്ട് തന്നെ ബ്ലേഡ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് പോകാറാവുന്നതാണ്. പേപ്പർ പിടിച്ചതിന് ശേഷം നല്ലൊരു ക്ലോത്ത് ഉപയോഗിച്ച് മൊത്തം ഒന്ന് തൂത്ത് പൊടിയൊക്കെ ഒന്ന് കളയേണ്ടതാണ്. അതിന് ശേഷം വേണം നമ്മൾ രണ്ടാം കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് രണ്ടാം കോട്ടും അപ്ലൈ ചെയ്ത് ഇപ്പം തന്നെ നമുക്കൊരു ഫോഗിൻ്റെ ഒരു ഫിനിഷ് ഫസ്റ്റ് കോട്ട് ഇട്ടപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് കോട്ട് ഇടുമ്പോൾ കുറേയൂടെ നല്ല വ്യക്തമായിട്ട് നമുക്ക് കിട്ടും. സെക്കൻഡ് കോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ 600-ൻ്റെ പിന്നെയും വാട്ടർ പ്രൂഫ് ഉപയോഗിച്ച് ഒന്ന് സ്മൂത്ത് ചെയ്തിട്ട് വേണം ക്ലിയർ അപ്ലൈ ചെയ്യാൻ. സെക്കൻഡ് കോട്ട് ഇട്ട് 1 മണിക്കൂറിന് ശേഷമേ നമുക്ക് ക്ലോത്ത് വാട്ടർ പേപ്പർ പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. 600-ൻ്റെ വാട്ടർ പേപ്പറാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ടും അതിപ്പോൾ പേപ്പർ പിടിക്കുന്നതിന് ഭാഗം കാണിക്കുന്നത്. ഇപ്പോൾ ഈ പേപ്പർ പിടിച്ചതിന് ശേഷം ഒന്നുകൂടെ നല്ല ക്ലോത്ത് പേപ്പർ ഇട്ട് തുടച്ചതിന് ശേഷം ക്ലിയർ അടിക്കാവുന്നതാണ്. ക്ലിയർ അടിക്കുന്നുണ്ട് നമ്മുടെ ഈ വർക്ക് പൂർത്തിയാവുകയാണ്. നമുക്ക് ഇവിടെ ഈ ക്ലിയർ ഈ കാണുന്നതാണ് ക്ലിയർ. അല്പം ബ്ലേഡിലെടുത്ത് നമുക്ക് ക്ലിയർ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ 2 കോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗ്ലോസി ഫിനിഷ് നമുക്ക് കിട്ടും. ഒരു കോട്ട് അടിച്ചാലും മതി, പക്ഷേ ഞാനിവിടെ 2 കോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നല്ല ഗ്ലോസി ഫിനിഷ് നമുക്ക് കിട്ടും.
2 കോട്ട് ക്ലിയർ അടിച്ചതിന് ശേഷമുള്ള ഫിനിഷിംഗ് ഭാഗമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഫൈനൽ കോട്ടാണിത്. ഈ രൂപത്തിലാണ് നമുക്ക് ഈ വർക്ക് ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ല ഫോഗ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ ഭംഗിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഈ വർക്ക് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ ആൾക്കാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.